Hi, JMain 2026 January 28th Shift 1 question discuss ചെയ്യാൻ പോകുന്നത്. Yes, it's a question from ray optics. The magnitudes of power of a biconvex lens, refractive index 1.5, and that of a plano-concave lens, refractive index 1.7, are same. Okay, power same ആണെന്നാണ് പറഞ്ഞല്ലേ. Power remains the same. പവർ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട്. 1/f is equal to n-1 into 1/r1 minus 1/r2. 1/r2. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി സൈഡിലേക്ക് പോകാം. ഇഫ് ദ കർവേച്ചർ ഓഫ് പ്ലാനോ കോൺകേവ് ലെൻസ് എക്സാക്ട്ലി മാച്ചസ് വിത്ത് കർവേച്ചർ ഓഫ് ബാക്ക് സർഫസ് ഓഫ് ദ ബൈകോൺവെക്സ് ലെൻസ്, then the ratio of radius of curvature of front and back surface of biconvex lens is എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ബൈ കോൺവെക്സ് ലെൻസ് ആണ് ഒന്ന്. ബൈ കോൺവെക്സ് ലെൻസ് വൺ ഈസ് ദിസ് ബൈ കോൺവെക്സ് ലെൻസ്. റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ് ആണ്, റേഡിയസ് ഡിഫറെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് തൽക്കാലം ഇങ്ങനെയൊക്കെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടാമത്തത് പ്ലാനോ കോൺകേവ് ലെൻസ് ആണ്. ദ പ്ലാനോ കോൺകേവ് ലെൻസ്. Plano concave lens. Okay, this is plano concave lens. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ കർവേച്ചർ ഓഫ് പ്ലാനോ കോൺകേവ് ലെൻസ്, അപ്പോൾ ഇയാളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എക്സാക്ട്ലി മാച്ചസ് വിത്ത് ദ കർവേച്ചർ ഓഫ് ബാക്ക് സർഫസ് ഓഫ് ബൈകോൺവെക്സ് ലെൻസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇയാൾ. അപ്പോൾ ഇത് ഞാൻ R2 ആക്കി എടുക്കുകയാണെങ്കിൽ ആ R2ന് മാച്ചാണ് ഇയാൾ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ലെറ്റ് ദിസ് ഈസ് R1 ആൻഡ് ദിസ് ഈസ് R2 ആൻഡ് ഇവിടെ ഇയാളുടെ റേഡിയസ് R2 ആയിട്ട് എടുക്കുക. R2 ഇതല്ലേ സംസാരിച്ച്. അപ്പോൾ ഇതേ സെയിം R2, ഇതേ R2 തന്നെയാണ് ഇയാൾ. ഓക്കെ, റെഡി. മാച്ചസ് റേഡിയോ. Then ratio of radius of curvature of front and back surface of, okay, നമ്മൾ ഫൈനലി കണ്ടെത്തേണ്ടത്, അപ്പോൾ യു ആർ സപ്പോസ് ടു ഫൈൻഡ് R1 ഡിവൈഡഡ് ബൈ R2. ഇത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ക്വസ്റ്റ്യനിൽ തന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് സെയിം ആണ് തന്നിട്ടുണ്ട്. പവർ സെയിം ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് സെയിം. പവർ സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. പവർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിൽ ബൈകോൺവെക്സ് ലെൻസിൻ്റെ കേസിലെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എന്ന് വെച്ചാൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ആദ്യം നമുക്ക് പറയാം രണ്ടാക്കും പവർ സെയിം ആണ്. P1 ഈക്വൽ ടു P2 ആണ്. 1/f ആണ് P എന്ന് പറഞ്ഞത്. P1 ഈക്വൽ ടു P, അപ്പോൾ ഈക്വൽ ടു P. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കേസിൽ ബൈകോൺവെക്സ് ലെൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. ബൈകോൺവെക്സ് ലെൻസ്. ബൈകോൺവെക്സ് ലെൻസിൽ ഇക്വേഷൻ എഴുതിയാൽ P is equal to n-1, n 1.5 minus 1 into 1/r1 minus 1/r2. ശരിയല്ലേ? കാരണം നോക്കൂ, ഇവിടെ ഫ്രണ്ട് സർഫസ് ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് വരിക. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവാണ്. ഇത് അങ്ങോട്ട് R2 നമുക്ക് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/r1 പ്ലസ് 1/r2. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഫസ്റ്റ് ലെൻസിൻ്റെ. ഇനി സിമിലർലി സെക്കൻഡ് വണ്ണ് പ്ലാനോ കോൺകേവ് ലെൻസ്. പ്ലാനോ കോൺകേവിൻ്റെ കേസിൽ ദ സെയിം ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ P is equal to 1.7 minus 1 ഇൻറ്റു ഇവിടെ നോക്കൂ, ഫസ്റ്റ് സർഫസ് പ്ലെയിൻ സർഫസ്. അപ്പം ഞാൻ 1/∞ പിന്നെ മൈനസ് 1/r2 എന്ന് കൊടുക്കും. -1/r2. ഓക്കെ, പ്ലാനോ കോൺകേവ് ലെൻസിൻ്റെ പവർ ഒബ്വിയസ്ലി പ്ലാനോ കോൺകേവ് ലെൻസിൻ്റെ ക്യാരക്ടർ എന്താ? കോൺകേവ് ലെൻസിൻ്റെ ക്യാരക്ടർ. അപ്പോൾ പവർ നെഗറ്റീവാണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ 0.7 -0.7/r2.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇയാളെ ഫോക്കൽ ലെങ്ത്തും പവറും പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അവിടെ ക്വസ്റ്റനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് തന്നെയാണ് കിട്ടുക, പക്ഷെ മാഗ്നിറ്റ്യൂഡ്സ് രണ്ടും ഈക്വൽ ആണ്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ പി is equal to ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഞാൻ മൈനസിനെ കുറിച്ച് ഞാൻ കോൺഷ്യസ് ആവേണ്ടതില്ല, മാഗ്നിറ്റ്യൂഡാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത്. സിൻസ് ലെറ്റ് മി ചേഞ്ച് കളർ. അപ്പോൾ സിൻസ് P1 ഈക്വൽ ടു P2 ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു ഹാഫ് ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ഡിവൈഡഡ് ബൈ R2. ഓക്കെ, R2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, R1നെ അങ്ങോട്ടും കൊണ്ടുപോകാം, അല്ല സോറി 2നെ അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ബൈ R2 ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 2 അങ്ങോട്ട് പോയാൽ 1.4 ആയി, 1.4. ഓർ യു വിൽ ഗെറ്റ് R1 വേണ്ട R2 ഡിവൈഡഡ് ബൈ R1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. നമുക്ക് വേണ്ടത് R1 ബൈ R2 ആണ്. ദെർഫോർ R1 ഡിവൈഡഡ് ബൈ R2 ഈസ് ഈക്വൽ ടു 0.4 എന്ന് പറഞ്ഞാൽ 4/10 ആണ്. അപ്പോൾ 10/4 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഓപ്ഷൻ എന്താ അവസ്ഥ? 10/4 റേഷ്യോ ആണല്ലോ. യാ 10/4 എന്ന് പറഞ്ഞാൽ ആരാണ്? 5/2. 5/2. Therefore the answer is 5:2 is correct. 5:2. Option 1 is the right answer.